നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഉറക്കം കളഞ്ഞിട്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ജീവൻ കിട്ടിയ തന്നെ ഭാഗ്യം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസം മുന്നുള്ള സംഭവം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് വിശന്നപ്പോൾ ഒരു അൽഫാം ഓർഡർ ചെയ്ത്, സംഭവം നല്ല കിട്ടുന്ന സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് ഏകദേശം നമ്മൾ പരിശ്രമത്തിനൊടുവിൽ പത്തനാപുരം എത്തിയിട്ടാണ്. അങ്ങനെ നീണ്ട 8-9 മണിക്കൂറിന് ശേഷം നമ്മൾ ആറ്റിങ്ങിലെത്തി. നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തെത്തിയിട്ട് സാധനങ്ങളൊക്കെ അവിടെ ലോഡ് ചെയ്ത് നമ്മളിനിപ്പോൾ നേരെ കൊല്ലത്തേക്കാണ് പോകണത്. അവിടെ ഒരു ലോഡ് ഇറക്കാൻ കേട്ടോ. അങ്ങനെ കൊല്ലത്തെത്തി, അതും കഴിഞ്ഞ് സമയം ഏകദേശം ഒരു 6 മണി 6:15 കേട്ടോ. അപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈമായി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പെട്ടൊക്കെ വീട്ടിലേക്ക്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സിമ്പിൾ കണ്ട്. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഇല്ല, പണി പാളി. ഇതുപോലെ ഒരു വട്ടം കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയിട്ട് സിലിണ്ടറൊക്കെ പൊട്ടി ആകെ അലമ്പായിട്ട് പണി കിട്ടിയാണ്ടോ. സമയം ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ വലിയ പരിചയമുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഒരു വിധാനം നമ്മൾ നോക്കി നോക്കുമ്പോൾ സംഭവം ഫ്ലൂയിഡ് ഇല്ല. അങ്ങനെ തപ്പി നടന്ന് നീണ്ടകര ഹാർബർ കഴിഞ്ഞിട്ട് ഒരു പമ്പിൽ സംഭവം ഉണ്ട് കേട്ടോ. നമുക്കൊരു 150 മില്ലി അങ്ങനെ എന്തോ ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ ഉള്ളത് 1/2 ലിറ്ററിൻ്റെ ഉണ്ടാവും, 500 മില്ലിയുടെ ഒരു രക്ഷയല്ല. അപ്പോൾ അത് മേടിച്ച് നമ്മൾ കുറച്ച് സാധനം അതിൽ ഒഴിച്ച് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും ഒക്കെ റെഡിയായ പൊലിവിൽ വിടുന്നുണ്ടോ. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ തട്ടുകട അങ്ങനെ നോക്കി നോക്കുമ്പോൾ ഒരു സംഭവം കിട്ടിയിട്ടാണ് ഏതൊരു സ്ഥലത്ത്. അങ്ങനെ അവിടെ കയറിയിട്ട് ദോശയും ഒരു ഓംപ്ലേറ്റും പെട്ടച്ച് സംഭവം കിടലിനായി. അങ്ങനെ ഭക്ഷണം കഴിച്ചേക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആ കൊടുങ്ങല്ലൂരൊക്കെ എത്തണമായിട്ട് മുന്നായിട്ട് നൈസായിട്ടൊന്നുകൊണ്ട് ഒരു സെക്കൻഡിൽ സംഭവിച്ചാണത്. മയങ്ങിപ്പോയി. പെട്ടെന്ന് ഈ താഴത്ത് കാണാൻ സംഭവത്തിൽ വണ്ടി കയറിയിട്ട് ആകെ എന്തൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാട്ടോ. പരമാവധി ഉറക്കം വരുമ്പോൾ വണ്ടി സൈഡൊക്കെ കിടക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം കാറ്റി പറക്കൂട്ടോ.